ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ക്രിസ്മസിൻ്റെ ഒരു ഔട്ട്ഫിറ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലെനിക്ക് ഇപ്പോൾ കഴിഞ്ഞ സാറ്റർഡേ ആയിരുന്നു സെലിബ്രേഷൻ. അപ്പോൾ അത് കാരണം കൊണ്ട് കുറച്ച് ലേറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തത്. പിന്നെ അന്ന് നമ്മൾ മെഷീനൊന്നും കേടായിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് കാരണം ഇതുവരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റാതെ വെച്ചിട്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് സ്റ്റിച്ചിങ് വീഡിയോ ലേറ്റ് ആയത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്റ്റിച്ചിങ് നോക്കാം. അപ്പോൾ നമ്മളിതിലൊരു എയർലൈൻ കുർത്തിയാണ് ചെയ്യുന്നത്, പഫ് സ്ലീവ് വെച്ചിട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ സ്ലീവ് മാത്രം ഈ ഒരു നെറ്റിൻ്റെ പീസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ബാക്കി ജോർജറ്റ് വെച്ചിട്ടാണ് കുർത്തി ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാനിതിനിപ്പോൾ പഫ്സിന് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ മുകൾ ഭാഗത്ത് മാത്രം ജസ്റ്റ് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ടൈപ്പ് ഒരു സ്ലീവ്. നമ്മൾ കഴിഞ്ഞൊരു ഫ്രോക്കിൻ്റെ ഇതിൽ ഒരു പ്ലീറ്റ് ഇട്ടിട്ടുള്ള ഒരു ഫ്രോക്ക് ചെയ്തിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ കൊടുത്തിട്ടുള്ള സെയിം ആയിട്ടുള്ള സ്ലീവ് തന്നെയാണ് ഇതിലും കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഇത് എൻ്റെ തന്നെ ഡ്രസ്സായതുകൊണ്ട് പരമാവധി എളുപ്പത്തിനാണ് ചെയ്യുന്നത്. കാരണം രാത്രിയൊക്കെ ഇരുന്ന് സ്റ്റിച്ച് ചെയ്യുന്നതുകൊണ്ട് ഏറ്റവും എളുപ്പമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അത്രേ നോക്കിയിട്ടുള്ളൂ കേട്ടോ. ഇപ്പോൾ ക്രിസ്മസും ന്യൂ ഇയറൊക്കെ ആയതുകൊണ്ട് കുറച്ച് കേക്കിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആയിട്ട് തിരക്കായതുകൊണ്ടാണ് നമുക്ക് വീഡിയോസ് കറക്റ്റായിട്ട് ഇടാനായിട്ട് പറ്റാണ്ടിരുന്നിരുന്നത്. ഇപ്പോൾ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാം ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്. പിന്നെ തൊട്ട് നമുക്ക് കറക്റ്റായിട്ട് വീഡിയോസ് വരും കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ മെയിൻ ഫാബ്രിക്കിനെയും അതുപോലെ തന്നെ നമ്മുടെ ലൈനിങ് ഫാബ്രിക്കിനെയും ഒരുമിച്ച് വെച്ച് ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ ഷോൾഡറിൻ്റെ ആ ഒരു പോർഷനായിട്ട്. ഇനി നമ്മൾ നെക്ക് മാർക്ക് ചെയ്യുക. അപ്പോൾ ഒരു 3.5 ഇഞ്ച് വിഡ്ത്തും അതുപോലെ തന്നെ ഒരു 5 ഇഞ്ച് ലെങ്ത്തും കൂടിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളൊരു വി ഷേപ്പ് വരച്ചിട്ട് അത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കണ്ടോ, ഇപ്പോൾ മെയിൻ ഫാബ്രിക്കും നമ്മുടെ ലൈനിങ്ങും നമ്മൾ ജോയിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി ആ നമ്മുടെ മെയിൻ ഫാബ്രിക്കുമേ ഇതേ സെയിം അളവിൽ നമ്മളൊരു വി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതായത് ഈ 3 ഇഞ്ചും 5 ഇഞ്ചും വിഡ്ത്തിൽ വി കൊടുത്തിട്ട് അതിനൊരു ഇഞ്ച് ഇങ്ങോട്ട് വരച്ചിട്ട് വെട്ടിയെടുക്കുക. ഓക്കെ, അപ്പോൾ അത് ഇതുപോലെ വെച്ചിട്ട് നമ്മൾ നല്ല സൈഡിൽ വെച്ചിട്ടാണ് ഇപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇനി അതിനെ ബാക്ക് സൈഡിലേക്ക് മറച്ചിട്ട് നമ്മൾ ലൈനിങ് ക്ലോത്തുമേ മാത്രം വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് നെക്ക് ഫിനിഷ് ചെയ്യാണ് ചെയ്യുക കേട്ടോ. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്താൽ ഞാനൊരു സെപ്പറേറ്റ് നെക്ക് മാത്രം സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇനി നമ്മളിതുപോലെ സൈഡ് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം. ചെരിച്ച് വേണം കട്ട് ചെയ്യാനായിട്ട് കേട്ടോ. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഈ തുണി ഉണ്ടല്ലോ അതിനെ നമ്മുടെ ലൈനിങ്ങിൻ്റെ ക്ലോത്തുമ്മയ്ക്ക് വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ മെയിൻ ഫാബ്രിക്കുമ്മയ്ക്ക് നമുക്ക് സ്റ്റിച്ച് വരില്ല, നമ്മുടെ ലൈനിങ്ങുമ്മ മാത്രമാണ് സ്റ്റിച്ച് വരിക. അപ്പോൾ ഫ്രണ്ടിൽ ഒരു സ്റ്റിച്ചൊന്നും വരാതെ നെക്ക് നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടും. കണ്ടോ, നമ്മുടെ മെയിൻ ഫാബ്രിക്കുമ്മയ്ക്ക് സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടില്ല. നമ്മൾ ആ പീസ് വെച്ച് അടിച്ചത് നമ്മുടെ ലൈനിങ്ങുമ്മ മാത്രമേ ടച്ച് ആയിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ക്രോസ് പീസ് വെച്ചിട്ട് ബാക്ക് സൈഡിലെ നെക്ക് ഫിനിഷ് ചെയ്തെടുക്കുക. അതെല്ലാവർക്കും അറിയുമല്ലോ. പിന്നെ നമ്മളിത് ഇതുപോലെ ഷോൾഡർ കറക്റ്റായിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പം ഇങ്ങനെ ഷോൾഡർ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്റ്റിച്ചും കാര്യങ്ങളൊന്നും കാണാതെ നല്ല നീറ്റായിട്ട് വരും. കണ്ടോ, ഇതേപോലെ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടും. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ സ്ലീവ് ആദ്യം പഫൊക്കെ അടിച്ച് പ്ലീറ്റ്സൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ഇതുമ്മയ്ക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുക. 2 സ്ലീവും 2 സൈഡിലും ജോയിൻ ചെയ്ത് കൊടുക്കണം കേട്ടോ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഷേപ്പ് അടിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഷേപ്പ് അടിക്കുന്ന സമയത്ത് നമ്മുടെ ഒരു ഷേപ്പിൻ്റെ ഭാഗം വരെ നമ്മുടെ ഈ 2 ക്ലോത്തും, അതായത് മെയിൻ ക്ലോത്തും ലൈനിങ് ക്ലോത്തും ഒരുമിച്ച് നിങ്ങൾ ഷേപ്പാക്കി കൊണ്ടുവരിക. അതിനുശേഷം ബാക്കി താഴോട്ടുള്ള ഭാഗം ഉണ്ടല്ലോ, താഴെ വരെയുള്ളത്, ആ ഷേപ്പ് തൊട്ട് താഴേക്കുള്ളത് സെപ്പറേറ്റ് വേണം നമ്മൾ ജോയിൻ ചെയ്യാനായിട്ട്. അതായത് നമ്മുടെ ലൈനിങ് ഫാബ്രിക് രണ്ടും ഒരുമിച്ച് വെച്ചിട്ട് ജോയിൻ ചെയ്യുക, മെയിൻ ഫാബ്രിക് രണ്ടും ഒരുമിച്ച് വെച്ചിട്ട് ജോയിൻ ചെയ്യുക. ഒറ്റയടിക്ക് രണ്ടും കൂടി അടിക്കാതെ സെപ്പറേറ്റ് ആയിട്ട് വേണം ജോയിൻ ചെയ്യാനായിട്ട് കേട്ടോ. ഞാൻ അങ്ങനെയാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോയുടെ അവസാനം ഞാൻ ആ ഡ്രസ്സ് ഇട്ടിട്ടുള്ളൊരു വീഡിയോ ചെറിയൊരു ക്ലിപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതും കൂടി ഒന്ന് കണ്ടു നോക്കണം. അപ്പോൾ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും കേട്ടോ. ഇനി നമുക്കിതാ ഇതേപോലെ ലാസ്റ്റ് ഇപ്പം ഞാൻ ഈ ജോയിൻ ചെയ്യുന്നത് സെപ്പറേറ്റ് ആയിട്ട് ജോയിൻ ചെയ്യുകയാണ്. ഇത് മെയിൻ ഫാബ്രിക്കാണ്. അപ്പോൾ ലൈനിങ് പീസും സെപ്പറേറ്റ് ജോയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മെയിൻ പീസും സെപ്പറേറ്റ് ജോയിൻ ചെയ്യുക. നമ്മുടെ ഷേപ്പ് വരെ മാത്രം ഒരുമിച്ച് ജോയിൻ ചെയ്യുക കേട്ടോ. അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്തോളൂ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. അതല്ലെങ്കിൽ നമുക്ക് വീണ വിഷ്ണ എന്നുള്ള പേരിൽ തന്നെ ഒരു ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട്. അപ്പോൾ അതിൽ മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് വോയിസ് ആയിട്ട് റിപ്ലൈ ചെയ്യാമല്ലോ. അപ്പോൾ കുറച്ചും കൂടി ഈസിയാണ് അത്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ആരെങ്കിലും അതിലൊന്ന് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. അല്ലെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരാം. പിന്നെ ഇത് നമ്മൾ ലൈനിങ്ങിൻ്റെ പീസ് ജസ്റ്റ് റൗണ്ട് ഷേപ്പിലൊന്ന് മടക്കി അടിക്കുകയാണ്. ഇതേപോലെ തന്നെ നമുക്ക് താഴ്ഭാഗം, മെയിൻ ഫാബ്രിക്കിൻ്റെ താഴ്ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്യാനുണ്ട് കേട്ടോ. പിന്നെ ഞാൻ നൂല് മാറ്റി, കാരണം നമുക്ക് വൈറ്റ് ത്രെഡാണല്ലോ നമ്മുടെ സ്ലീവ് വരുന്നത്. അപ്പോൾ ആ സ്ലീവിൻ്റെ ഭാഗം മാത്രം ഞാൻ വൈറ്റ് ത്രെഡ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് കൂടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഫൈനൽ ലുക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് മൺഡേ തൊട്ട് വീഡിയോസൊക്കെ കറക്റ്റായിട്ട് വരും. താങ്ക്